ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ്. അത് വേറെ ഒന്നുമല്ല, ഈ മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലേറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ ഓംലേറ്റ് ഒന്നും അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഓംലേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ 2 മുട്ടയാണ് വെച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അതിന് ആവശ്യമായ സാധനങ്ങൾ 2 ഉരുളക്കിഴങ്ങ്, 1 സവാള, 2 പച്ചമുളക്, 1 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം ഇതുപോലെ എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ഓംലേറ്റിൽ മുട്ട ചേരുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ചെറുതായിട്ട് മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റണേ അത്രയും നൈസായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീരെ നൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മൂടി മാറ്റി നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് മൂടി മാറ്റി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ വെന്ത് വന്ന മിശ്രിതം നമ്മൾ ഈ മുട്ട ചേർത്ത കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് മൂടി വെച്ച് വീണ്ടും വേവിക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മറിച്ച് തിരിച്ചും മറിച്ചും 2 സൈഡും വേവിക്കുക. ഒരുപാട് കരിഞ്ഞു പോകാൻ വെക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. അത്രയും ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടോ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ കൊണ്ടുപോകാനോ ഒക്കെ വളരെ ഈസിയാണ്. എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ്. അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കണം ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.